സുബ്ഹാനല്ലാഹ്. പ്രയാസങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. ആ വേദനകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ ദീനിട്ട് കളഞ്ഞു പോകലല്ല, അല്ലാഹുവിന്റെ പരീക്ഷണത്തിന്റെ മുന്നിൽ അടിപതറാതെ പിടിച്ചു നിൽക്കണേ. ആരാണ്? സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയല്ലേ, മുത്തായ തങ്ങളുടെ പുന്നാര പൗത്രനല്ലേ, അല്ലാഹു ഇഷ്ടപ്പെട്ട ആളല്ലേ. എന്ത് വലിയ സുന്ദരമായ പറുദീസകളും വേണമെങ്കിലും ഇവിടെ അല്ലാഹു കൊടുക്കുമായിരുന്നില്ലേ. പക്ഷേ എന്നിട്ടും കർബലയുടെ മണ്ണിനെ ചുടുരക്തത്തിൽ ലയിപ്പിച്ച് മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് വലിയ പാഠമാണ് കേട്ടോ. സ്വർഗം ലഭിക്കാൻ അതൊരു നിസ്സാര കാര്യമല്ല, അത് പെട്ടെന്ന് ലഭിക്കുന്നതല്ല. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് വേദനകളും അതിൻ്റെ പിന്നിലേ നമ്മൾ സഹിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വരുമ്പോ നമ്മൾ നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തിക്കൂടാ. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണം. അതിന് ഈ ഭൗതികമായ ലോകത്ത് അല്ലാഹു നമുക്ക് തരുന്ന ഒരുപാട് പ്രയാസങ്ങളെ, വേദനകളെ, വിഷമങ്ങളെ മനസ്സറിഞ്ഞ് സഹിക്കാനും പൊറുക്കാനുമുള്ള മനസ്സ് നമ്മൾ കാണിക്കണേ. മുഅ്മിനായ ഒരു മനുഷ്യന്റെ ജീവിതം വലിയ അത്ഭുതകരമാണ്. കാരണം എന്തേ? അവനിക്കൊരു സന്തോഷം ലഭിച്ചാൽ അവരല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, അജബല്ലി, അതേ മുഅ്മിനീങ്ങളുടെ കാര്യം അജബാണ്, അത്ഭുതമാണ്, അജബാണ്, അത്ഭുതമാണ്. കാരണം അതേ എന്തെങ്കിലും ഒരു നന്മ അവർക്കുണ്ടായാൽ ആ നന്മയുടെ പേരിൽ അവർ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു വിഷമം അവർക്ക് ഉണ്ടായാൽ അവരാ വിഷമത്തിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ആ പ്രയാസത്തിന്റെ പേരിൽ അവര് ക്ഷമിക്കുന്നു. മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്. നമ്മളതാണ് പഠിക്കേണ്ടത്. എന്തെങ്കിലും ഒരു ഗുണമുണ്ടായാൽ റബ്ബിന് നന്ദിയുള്ള അടിമകളാകണം. എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ ആ വിഷമത്തിന്റെ പേരിൽ ക്ഷമിക്കാനുള്ള വിശാലമായ മനസ്സ് കാണിക്കണേ, മനസ്സ് കാണിക്കണേ. സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികളായ മക്കളും അവിടുത്തെ കുടുംബമായ അഹ്ലു ബൈത്തിനെ യസീദിന്റെ പട്ടാളക്കാര് അതിനിഷ്ഠൂരമായി വെട്ടി വെട്ടി നുറുക്കി കൊന്നുകളഞ്ഞപ്പോഴും സ്വന്തം മകനായ 6 മാസം പ്രായമായ പൊന്നാര അലി അസ്ഗർ എന്ന പൊന്നാര പൈതലിനെ അതിനിഷ്ഠൂരമായി അമ്പെയ്തുകൊണ്ട് അവര് കൊന്നുകളഞ്ഞപ്പോഴും അതേ തന്റെ ശരീരത്തിലേക്ക് അതാ അമ്പെയ്യുകയാണ്. ആദ്യമായി ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും അമ്പ് വന്ന് തറക്കുന്നു. പേടിച്ചില്ല, ഭയന്നില്ല, വിഷമിച്ചില്ല. അങ്ങനെ അമ്പുകൾ ശരീരത്തിൽ ഓരോന്നായി ഓരോന്നായി വന്ന് തിറക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് ശരീരത്തിൽ രക്തം തെറിക്കുന്ന സമയത്തും സയ്യിദുനാ ഹുസൈൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകനായ പൊന്നാര പേരക്കുട്ടിയായ അഹ്ലു ബൈത്തിന്റെ നേതാവായ
സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാണിച്ച ആ ഈമാനികമായ ആവേശമുണ്ടല്ലോ, അല്ലാഹുവേ ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ആരോടൊക്കെയോ ഉള്ള പ്രേമത്തിന്റെ ഭാഗമായി സ്വന്തം ഈമാൻ നശിപ്പിക്കുന്ന പെൺമക്കളില്ലേ, ഓ പെൺമക്കളെ, ആരോടൊക്കെയോടുള്ള പ്രേമത്തിന്റെ ഭാഗമായി സ്നേഹത്തിന്റെ ഭാഗമായി ഉപ്പയെയും ഉമ്മയെയും ഉപേക്ഷിച്ചുകൊണ്ട് ഏതോ ഒരുത്തന്റെ കൂടെ വീട് വിട്ടിറങ്ങിപ്പോകുന്ന മുസ്ലിം പെൺകുട്ടികളില്ലേ, നഊദു ബില്ലാഹ്. എന്തിനധികം പറയണം, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു കളഞ്ഞാൽ എല്ലാമായി എന്ന് കരുതുന്ന ചില സഹോദരിമാരില്ലേ, സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവസാനിപ്പിക്കാനുള്ളതാണോ ജീവിതം? അല്ല, ഇത് ഭൗതികമായ ലോകത്തെ ജീവിതമാണ്. ഇവിടെ പ്രയാസങ്ങളുണ്ടാകും, ഇവിടെ ദുഃഖങ്ങളുണ്ടാകും, ഇവിടെ വിഷമങ്ങളുണ്ടാകും. ആ വിഷമങ്ങളെ തരണം ചെയ്ത് അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ നല്ല ഈമാനോടെ ജീവിച്ച് എന്ത് വലിയ പ്രതിസന്ധികൾ വന്നാലും അതിന്റെ മുന്നിൽ പതറാതെ ഈമാൻ സംരക്ഷണത്തിന് ഈ പവിത്രമായ മുഹറം മാസം നമ്മുടെ കൽബിനെ ഒന്ന് ഒരുക്കിയെടുക്കണേ. വലിയ വലിയ പ്രയാസങ്ങള് മഹാന്മാരായ അംബിയാ മുർസലീങ്ങൾ അവര് തരണം ചെയ്ത് വിജയശ്രീലാളിതരായ മാസം കൂടിയാണ് മുഹറം. അതുകൊണ്ട് മുഹറമിനെ സാക്ഷി നിർത്തി പറയുന്നു, കൽബ് നന്നാക്കണേ, ഹൃദയം നന്നാക്കണേ. അല്ല പൊരുത്തപ്പെടാത്ത ഒരു ജീവിതവും നമുക്ക് ആവശ്യമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.